ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ജർദ റൈസ് അല്ലെങ്കിൽ സ്വീറ്റ് റൈസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. നമുക്ക് വേഗം വീഡിയോയ്ക്ക് കിടന്നാലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് നെയ്യാണ് എടുത്തേക്കുന്നത്. ഇത് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കശുവണ്ടി ഒരു 1/8 കപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/8 കപ്പ് കോക്കനട്ടിൻ്റെ പീസസ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിന് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ഫ്രൈ ആയതിന് ശേഷം നമുക്ക് നെയ്യിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഇത് കോരി മാറ്റിയതിന് ശേഷം ആ സെയിം നെയ്യിലേക്ക് തന്നെ നമുക്ക് ബാസ്മതി റൈസ് 1/2 കപ്പ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊരു 30 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ്. ഇത് വെള്ളം ഇല്ലാണ്ട് നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കണം. ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/4 സ്പൂണ് സാഫ്രൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 സ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് കാണാം നമ്മുടെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം പഞ്ചസാരയൊക്കെ ഉരുകി കുറച്ച് വെള്ളം പോലെ ഇങ്ങനെ വരുന്നത്. ഇത് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്നും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ പഞ്ചസാരയൊക്കെ ഉരുകിയിട്ടുണ്ട്. ഈ തെളിഞ്ഞ് നിൽക്കുന്നത് നെയ്യാണ്. നെയ്യിൻ്റെ ഷൈനൊക്കെ നിങ്ങൾക്ക് നന്നായി കാണാൻ പറ്റും. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് കൂടി ഒന്ന് ഇത് എങ്ങനെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് കാണാം നമ്മുടെ റൈസൊക്കെ നന്നായി വിട്ട് നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ ജർദ റൈസ് അല്ലെങ്കിൽ സ്വീറ്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ കാണാൻ വരെ ബൈ.